ഓണം വെക്കേഷൻ കഴിഞ്ഞു. മിക്കവാറും ഇന്ന് തന്നെ ഓണം എക്സാമിൻ്റെ പല സബ്ജക്റ്റിൻ്റെയും ആൻസർ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആൻസർ പേപ്പർ കിട്ടി. രണ്ടാമതായിട്ട്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വെൽക്കം ടു എജ്യൂപോഡ് SSLC. ഇറ്റ്സ് മീ യുവർ നാഫി. എടാ മക്കളെ, ഞാൻ ആദ്യം നിങ്ങളൊന്ന് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 80 സോഷ്യൽ സയൻസിൽ 40 മാർക്കാണ് കിട്ടിയതെങ്കിലും ഫിസിക്സിൽ 40 18 മാർക്കാണ് കിട്ടിയതെങ്കിലും ആ കിട്ടിയ മാർക്ക് നിങ്ങൾ അധ്വാനത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് അഭിനന്ദിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. പക്ഷേ നിങ്ങൾ ഈ അധ്വാനം അല്ലെങ്കിൽ എഫേർട്ട് കുറച്ച് മുന്നേ ഇട്ടിരുന്നെങ്കിൽ, നമ്മൾ എന്നോ പറയുന്നുണ്ട് പഠിക്കുന്നു. അപ്പോൾ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി മാർക്ക് അല്ലെങ്കിൽ A+ മാർക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിൽ നേടാൻ പറ്റിയേനെ. പക്ഷേ നിങ്ങൾ പലപ്പോഴും എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു, എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് മാത്രം കണ്ടു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും, എല്ലാവർക്കും അല്ല, പലർക്കും ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു. പക്ഷെ എത്ര കുറഞ്ഞ മാർക്കാണെങ്കിൽ അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ എഫേർട്ടിൻ്റെ പരിശ്രമത്തിൻ്റെ വിജയമാണ്. പക്ഷെ എന്നെങ്കിൽ കൂടി നിങ്ങൾ കുറച്ചധികം പരിശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചധികം എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ, കുറച്ചധികം സമയം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി 10ാം ക്ലാസ്സിലെ ഓണം എക്സാം നിങ്ങളുടെ ഓണം എക്സാമാക്കി മാറ്റാമായിരുന്നു. ക്ലാസ് ടോപ്പർ ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങളത് എഫേർട്ട് ഇട്ടില്ല. നിങ്ങൾ പറയും ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, സമ്മതിച്ചു. പിന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അതും സമ്മതിച്ചു. കണ്ടൻറ്റുകൾ കൂടിയാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ജൂൺ മുതലേ പല വീഡിയോസിലായിട്ട് ഞാനും ടീം എജ്യൂപോഡ് നിങ്ങൾ പറയുന്നുണ്ട്. ജൂൺ മുതലേ തുടക്കം മുതലേ പഠിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ജൂൺ മുതൽ തുടക്കം മുതലേ പഠിക്കുകയായിരുന്നെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും, ഏത് ടൈപ്പ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കണ്ടൻറ്റ് ചോദിച്ചാലും കുറേയൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങളാ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇട്ടില്ല. പോട്ടെ കഴിഞ്ഞ് നമ്മൾ കുറിച്ച് ആലോചിക്കേണ്ട. ഈ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന എക്സാം ക്രിസ്മസ് എക്സാമാണ്. ആ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ക്രിസ്മസ് എക്സാമിന് എല്ലാ വിഷയത്തിലും A+ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാണ്. ഒന്നാമത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പഠിക്കും, ക്രിസ്മസ് എക്സാമിന് ഞാൻ എഫേർട്ട് ഇടും, ഞാൻ കഷ്ടപ്പെടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീക്ക്ലി 5 days ഡെയിലി 3 hours വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവണം, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാവണം, എല്ലാ കാര്യങ്ങളും സെറ്റാവണം. അതിനുള്ള സൊല്യൂഷൻ എജ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചാണ്. എജ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ nafi.ejupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോ. അതൊന്ന് പിന്നെ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോ. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് മുന്നോടിയായിട്ട് അത് സെറ്റാക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഇന്ന് രാത്രി കൃത്യം 7:30 നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്നൊരു സ്റ്റഡി പ്ലാനിലേക്ക് എത്തിയാൽ ഏകദേശം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരാഴ്ച തരാൻ പോകുന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, എഫേർട്ട് ഇട്ട് പണിയെടുത്താൽ മാത്രമേ ഈ ഓണം എക്സാമിന് കുറഞ്ഞു പോയ മാർക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുക. എജ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഉറപ്പ് തരുന്നുണ്ട്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ നേടാൻ പറ്റും. ഓണം എക്സാം പോട്ടെ, കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം സെറ്റാക്കി തരാൻ ടീം എജ്യൂപോഡ് കൂടെയുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. എത്ര മാർക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് നിങ്ങൾക്ക് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ അഭിമാനിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 80 15 മാർക്കാണെങ്കിലും 40 18 മാർക്കാണെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ആ മാർക്ക് കിട്ടിയത്. പക്ഷേ ആ മാർക്ക് നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ക്രിസ്മസ് എക്സാമിലേക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടാൻ പറ്റും. അങ്ങനെ ഓരോരുത്തർക്ക് നേടാൻ പറ്റട്ടെ. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.